പാർട്ടി ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്ത് പ്രതിക്കൂട്ടിൽ നിർത്തപ്പെട്ട ഒരു വിഷയമാണ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ്. അപ്പം അതിൽ പാർട്ടി പറഞ്ഞത് പാർട്ടിക്ക് ഇതിൽ യാതൊരു തരത്തിലും ബന്ധവുമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആരും ഇതിൽ ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ശ്രീ കെ.സി. രാമചന്ദ്രൻ അദ്ദേഹമാണ് വ്യക്തിവൈരാഗ്യം മൂലം, ഇതിന് പാർട്ടിക്ക് പങ്കില്ല, പക്ഷെ വ്യക്തിവൈരാഗ്യം മൂലം ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള അതിൽ ഒരു ഇത്ര കാലം ഒരു സ്റ്റാൻഡ് എടുക്കുകയും ഇപ്പോൾ വളരെ പെട്ടെന്ന് ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് ഇങ്ങനൊരു വാദവുമായിട്ട് വരുമ്പോൾ അതിനൊരു സ്വീകാര്യത ലഭിക്കുമോ? അങ്ങനെ ഒരു അന്വേഷണം പിന്നെ ആരാണ് അന്വേഷിച്ചത്? എന്താണ് ഇപ്പോൾ എതിർപ്പ്? നിങ്ങൾ എതിർക്കുന്നവരുടെ ഒരു വാദം ഇത് ആരാണ് അന്വേഷിച്ചതെന്നോ എങ്ങനെയാണ് ഈ അന്വേഷിച്ച് കണ്ടെത്തിയതെന്നോ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അന്വേഷണ കമ്മീഷൻ്റെ പേര് പോലും പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു ഇത് എയറിൽ നിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു CPM പോലൊരു പാർട്ടി, നിങ്ങൾ പറഞ്ഞ പോലെ ഇത്രയും വിശ്വാസ്യത എല്ലാ കാര്യങ്ങളും വളർത്തുന്നൊരു പാർട്ടിയുടെ ഒരു ക്രെഡിബിലിറ്റിയിൽ ഒരു ചോദ്യചിഹ്നം വന്നിട്ടില്ലേ? യഥാർത്ഥത്തിൽ CPIM ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ള പാർട്ടിയാണെന്നാണ് ഇപ്പോഴത്തെ തീരുമാനത്തിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, ഇതിന് രണ്ട് വശങ്ങളുണ്ട്. രാഷ്ട്രീയമായി പാർട്ടി വിട്ടുപോയവരോ പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കിയവരോ പാർട്ടിയിൽ നിന്ന് അഭിപ്രായ വ്യത്യാസ നിമിത്തം രാജിവെച്ച് പോയവരോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ അവരെ ശാരീരികമായി വകവരുത്തുക എന്നുള്ളൊരു സമീപനം പാർട്ടി എപ്പോഴെങ്കിലും എടുത്തിട്ടുണ്ടോ? പാർട്ടി ഒരു തീരുമാനം എടുത്തുകൊണ്ട് അബ്ദുള്ള കുട്ടിയില്ലേ, ഡോക്ടർ മനോജില്ലേ, MR മുരളി എന്ന് പറഞ്ഞിട്ട് മുനിസിപ്പൽ നേതാവൊക്കെ ആയിട്ടുള്ള ഷൊർണൂരിലെ ആളില്ലേ, തിരിച്ചു വന്നു. MV രാഘവനില്ലേ, എത്രയോ ആളുകളുണ്ട്. ഇവരെ ആരെങ്കിലും ശാരീരികമായിട്ട് എത്രയോ കാലമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയാവുന്ന പാഠമിറക്കുന്ന പ്രൊഫസർ സുധീഷ്, അദ്ദേഹം ഈ അടുത്ത കാലത്ത് നടത്തിയൊരു അഭിപ്രായ പ്രകടനമുണ്ട്. ഞങ്ങളെ പലരെയും വിമർശിച്ച് നടക്കുന്ന ഞങ്ങളുടെ ഒരു സുഹൃത്താണ്, ഞങ്ങളൊക്കെ ഒരുമിച്ച് കോളേജിൽ പ്രവർത്തിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു, നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് CPMൻ്റെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആലോചിച്ചിട്ട് ഇതുപോലൊരു കൊലപാതകം നടത്തുമെന്ന് പറയാൻ വിഡ്ഢികൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് സുധീഷ് പറഞ്ഞു. സുധീഷ് മറ്റ് പല കാര്യങ്ങളും ഞങ്ങളെ വിമർശിക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ പറഞ്ഞു ഇതിനെക്കുറിച്ചുള്ള ഞാൻ ഇപ്പം വളരെ ചുരുക്കി പറഞ്ഞു തീർക്കാം. അപ്പോൾ ഒന്ന്, ഇങ്ങനെ രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്തുന്നത് പാർട്ടി ആലോചിച്ച് നടപ്പാക്കുന്ന ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. അതിന് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വകവരുത്തേണ്ട എത്രയോ ആളുകൾ പാർട്ടിയിൽ നിന്ന് ഏതെല്ലാം കാലത്ത് നടപടിയെടുത്തും പാർട്ടിയോട് പിണങ്ങിയും പുറത്തുപോയി എത്രയോ ആളുണ്ട്, എവിടെല്ലാം ഉണ്ട്, എത്രയോ ആളുകളെ കുറിച്ച് പറയാം. അതിൻ്റെ എല്ലാം ലിസ്റ്റ് ഞാൻ പൂർണ്ണമായിട്ട് പറയുന്നില്ല. പിന്നെ ആ വധം നടന്ന സമയം, അങ്ങനെ അഥവാ വാദത്തിന് വേണ്ടി CPMലെ കുറേ കുബുദ്ധികൾ ഒരു പ്രദേശത്ത് പ്രാദേശികമായ നേതാക്കന്മാർ കൂടിയാലോചിച്ച് ഈ വധം നടത്തുകയാണെങ്കിൽ, അങ്ങനെ നടത്താൻ CPMനെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കണമെന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമേ ആ സമയത്ത് ഇങ്ങനൊരു കൊലപാതകം നടത്താൻ പറ്റൂ. അതാണ് രണ്ടാമത്തത്. പിന്നെ ഇവിടുത്തെ ഏരിയ സെക്രട്ടറി ആരാണ്? CH അശോകൻ എന്ന് പറയുന്ന NG യൂണിയൻ്റെ സംസ്ഥാന നേതാവായിരുന്നിട്ട് പെൻഷൻ പറ്റിപ്പോയ ഒരാളാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് എത്രയോ കാലമായിട്ട് അറിയാവുന്നതാണ്. ജെയിംസിനെ അന്വേഷിച്ച് നോക്കാം അയാളുടെ സ്വഭാവം എന്താണെന്ന്. ഒരു ഏരിയയിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ ഏരിയ സെക്രട്ടറിയാ നടത്താൻ പറ്റുമോ? CH അശോകൻ എന്ന് പറയുന്ന ആളിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്ന ഒരാൾക്ക് പാർട്ടിക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത ഇതുപോലുള്ള ഒരു കുറ്റകൃത്യം നടത്തിക്കൊള്ളാൻ ആ ഏരിയ സെക്രട്ടറി അനുമതി കൊടുക്കുമെന്ന് പറയാൻ കഴിയില്ല. പാർട്ടിക്ക് ഇതിൽ പങ്കില്ലെന്ന് പറഞ്ഞത് പാർട്ടിയുടെ നേതൃത്വം ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഇത് അന്വേഷിച്ചതിന് ശേഷമാണ്. അപ്പോൾ പാർട്ടി പറഞ്ഞു, എന്നാൽ പ്രാദേശികമായി സംഘർഷങ്ങളും സംഘടനകളും കൊണ്ട് ഇവരുമായിട്ട് RMPക്കാരുമായിട്ടുണ്ടായിട്ടുണ്ട്. പാർട്ടി നയത്തിന് വിരുദ്ധമായി പ്രാദേശികമായി എന്തെങ്കിലും കാരണം കൊണ്ട് ഏതെങ്കിലും CPMൻ്റെ പ്രാദേശിക പ്രവർത്തകരടക്കം ഇങ്ങനൊരു വധത്തിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത് അന്വേഷിച്ച് പാർട്ടി നയത്തിന് വിരുദ്ധമായി പാർട്ടിയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് കണ്ടാൽ ശക്തമായ നടപടിയെടുക്കും എന്ന് പാർട്ടി പ്രഖ്യാപിച്ചത്. ആ പാർട്ടി പ്രഖ്യാപിച്ചത് ഇപ്പോൾ ചെയ്തിരിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, കാരണം ഇത് കാണുന്നവർ ഇപ്പോൾ ഓരോ ചാനലിലും ചർച്ച നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. 4-5 പേര്, RMPയുടെ പ്രതിനിധി, കോൺഗ്രസിൻ്റെ പ്രതിനിധി, പിന്നെ ചില സ്വതന്ത്ര നിരീക്ഷകന്മാരെന്ന് പറഞ്ഞിട്ട് ഒരാൾ, ഇതെല്ലാം ഇങ്ങനെ 4-5, പിന്നെ
ആങ്കറായിട്ട് ഇരിക്കുന്ന ചാനലിൻ്റെ ആൾ ഇത്രയും പേര് ഇരുന്നിട്ട് സി പി എമ്മിൻ്റെ ഒരാളിനെ ഇരിക്കും. ഇവർ 4 പേര് ഒരേ കാര്യം സി പി എം ആണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ആനന്ദിലോ ഞങ്ങളുടെ പാവം ഞങ്ങൾ ആരെങ്കിലും ഒന്ന് പറയും. അതുകൊണ്ട് ഈ ഇന്റർവ്യൂവിന്റെ അവസരത്തിൽ എനിക്ക് ഈ ചോദ്യം ഉന്നയിച്ചതുകൊണ്ട് മറുപടി പറയാനുള്ള 2 മിനിറ്റും കൂടെ തരാം. തീർച്ചയായിട്ടും ഞാൻ ഓർമ്മിക്കുകയാണ്, ഇതിനെക്കുറിച്ച് അന്വേഷണം നടന്ന് പലരെയും പിടികൂടി, പ്രധാനപ്പെട്ട ഈ കുറ്റകൃത്യത്തിൽ വധത്തിൽ പങ്കെടുത്ത പലരെയും പിടികൂടി കഴിഞ്ഞപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് കേരളത്തിലെ അദ്ദേഹം ഇന്നും സംസ്ഥാന ഗവൺമെൻറ്റിൽ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം വഹിക്കുന്ന ആളാണ്. ഏതെങ്കിലും രാഷ്ട്രീയ നിലപാടിൻ്റെ പിന്നാലെ പോകുന്ന ഒരാളല്ല. അദ്ദേഹം സ്ഥലം സന്ദർശിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചിട്ട് പറഞ്ഞു, ഇത് മുഖ്യമായും വ്യക്തിപരമായ ചില കാരണങ്ങളാൽ നടന്ന ഒരു വധമാണ്, ഇതിനകത്ത് വേറെ രാഷ്ട്രീയമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞപ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവനന്തപുരം വന്നിട്ട് പറയുകയാണ്, അല്ല ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ DGP ഉത്തരവാദിത്വബോധത്തോടുകൂടി പറയുന്ന ആളാണ്. ഇന്ന് CPIM-ൻ്റെ അന്വേഷണം കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. KC രാമേന്ദ്രൻ എന്ന് പറയുന്ന ആൾ അവിടെ RMB ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിനെതിരായിട്ട് CPM-ന് വേണ്ടി അവിടെ നിന്ന് പൊരുതിയിട്ടുള്ള ആളാണ്. അതിൻ്റെ പേരിൽ അയാൾ കേസുകളിൽ ശാരീരിക ആക്രമണത്തിൽപ്പെട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും കേസുണ്ടായി. അങ്ങനെ ഉണ്ടായ കേസുകളിൽ ഇയാളെ കേസിൽപ്പെടുത്തുന്നതിന് മുൻകൈ എടുക്കുന്നത് TP ചന്ദ്രശേഖരനാണ്. പഞ്ചായത്തിൻ്റെ നിയന്ത്രണമാർക്ക UDF-ഉം RMB-യും കൂടെ ചേർന്ന് പഞ്ചായത്തിൻ്റെ നിയന്ത്രണം UDF RMB കൂട്ടുകെട്ടിനാണ്. ചെറുകിട കരാറുകൾ ചെയ്ത് കരാറ് പണി ചെയ്ത് ഉപജീവനം നടത്തിയിരുന്ന ഈ ലോക്കൽ കമ്മിറ്റി മെമ്പർക്ക് ഒരു കരാറ് പണിയും കിട്ടുന്നില്ല, കേസുകളിൽ പെടുന്നു, ജയിലടയ്ക്കപ്പെടുന്നു. അയാൾ തീരുമാനിച്ചു, TP ചന്ദ്രശേഖരൻ എനിക്കും കൂടി ഇവിടെ സമാധാനകരമായൊരു ജീവിതമില്ല. ആ വ്യക്തി അയാളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തു. ഇത് ഇയാൾ പോലീസിനോട് കൺഫസ് ചെയ്തതാണ്. ഇതിൻ്റെ ആ പശ്ചാത്തലത്തിലാണ് DGP ഇത് പറഞ്ഞത്. ഒരു കാര്യം കൂടി എനിക്ക് പറയണം, ഈ TP ചന്ദ്രശേഖരൻ വധം ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിനകത്ത് എനിക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷെ ഇവിടുത്തെ സത്യസന്ധരായ മാധ്യമങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, കുനിയിൽ ഇരട്ടക്കൊലപാതകം നടന്നു UDF-ൻ്റെ കാലത്ത്. UDF-ൻ്റെ പോലീസ് ഒരു MLA 6ാം പ്രതിസ്ഥാനത്ത് ചേർത്തു FIR-ൽ. ഒരു ചാനലും ചർച്ച ചെയ്യുന്നല്ലോ ആ ഇരട്ടക്കൊലപാതകം. ശരി, TP ചന്ദ്രശേഖരൻ്റെ രാഷ്ട്രീയമാണ്, കുനിയിലത് ഒരു ഭരണകക്ഷി MLA ഒരു ഭാഗത്ത് ഉൾപ്പെട്ടെങ്കിൽ പോലും നേരിട്ട് രാഷ്ട്രീയമല്ലെന്ന് വെക്കാം. ജെയിംസിന്റെ ജില്ലയായ തൃശ്ശൂരിൽ 2 ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല ചെയ്യപ്പെട്ടില്ലേ ഗ്രൂപ്പ് വഴക്കിൽ? TP ചന്ദ്രശേഖരനേക്കാളും വലിയ നേതാക്കന്മാരല്ലേ ഇവർ രണ്ടുപേരും? ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് അന്വേഷിക്കാൻ പോയോ? അയാളുടെ വീട്ടിൽ പോയോ? ഈ കൊലപാതകത്തിന്റെ പിന്നിൽ ഇപ്പൊ TP ചന്ദ്രശേഖരന്റെ വധത്തിന് പിന്നിൽ സംസ്ഥാനതല ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് വാദിക്കുന്നവർ ഈ കോൺഗ്രസിന്റെ ബ്ലോക്ക് നേതാക്കന്മാരുടെ കൊലപാതകത്തിൽ കോൺഗ്രസ് ഗ്രൂപ്പിന്റെ സംസ്ഥാനതല നേതാക്കന്മാർ ബന്ധപ്പെട്ടുണ്ടെന്ന് പറയുന്നുണ്ടോ? അപ്പൊ ഇവിടെ TP ചന്ദ്രശേഖരൻ വധത്തെ പർവ്വതീകരിച്ച് CPIM-നെ വധിക്കണം. ഇവിടെ നടന്നിട്ടുള്ള ഗൂഢാലോചന പ്രാദേശികമായൊരു തർക്കത്തിൽ നടന്ന വധത്തെ പർവ്വതീകരിച്ച് CPM കൊലപാതകികളുടെ പാർട്ടിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത്. ആ ഗൂഢാലോചന കേരളത്തിൽ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഗൂഢാലോചനയിൽ ഒരു പങ്ക് നിങ്ങളുടെ പാർട്ടി നേതാവായി VS അച്യുതാനന്ദനും ഇല്ലേ? കാരണം മാധ്യമങ്ങൾ ഇപ്പോൾ പർവ്വതീകരിച്ചു എന്ന് പറഞ്ഞു. തൃശ്ശൂരിലെ കൊലപാതകം ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ അത് ഏറ്റെടുത്ത് ഒരു സംസ്ഥാന തലത്തിലേക്ക് ക്യാമ്പയിൻ വരുന്ന തരത്തിൽ രമേശ് ചെന്നിത്തലയോ ഉമ്മൻചാണ്ടിയോ AK ആന്റണിയോ കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കൾ ആരും ഇത് ഏറ്റെടുത്തില്ല. പക്ഷേ VS അച്യുതാനന്ദനെ പോലെ നിങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും സീനിയറായിട്ടുള്ള മുൻ പോളിറ്റ് ബ്യൂറോ അംഗം, കേന്ദ്ര കമ്മിറ്റിയിലുള്ള VS തന്നെ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്നും പാർട്ടിക്ക് ഇതിൽ പങ്കുണ്ടെന്നും പറയുമ്പോൾ മീഡിയ ഇത് പർവ്വതീകരിക്കുക അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണല്ലോ അതിൻ്റെ റെസിസ്റ്റൻസ് വരുന്നത്. സർ, VS അച്യുതാനന്ദൻ പറഞ്ഞതിൻ്റെ ഒരു ഭാഗം ഈ അന്വേഷണത്തിലൂടെ വെളിപ്പെട്ടിട്ടുണ്ട്. പാർട്ടിയുടെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിന് പങ്കുണ്ട് എന്നിപ്പം വ്യക്തമായിട്ടുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ VS-നെ പോലെ ഉത്തരവാദിത്വപ്പെട്ട കേരളത്തിലെയും ഇന്ത്യയിലെയും തന്നെ ഏറ്റവും മുതിർന്ന CPM-ൻ്റെ നേതാക്കന്മാരുടെ ഒരാളായ VS ചില സന്ദർഭങ്ങളിൽ പാർട്ടി നയത്തിൽ നിന്നും വ്യതിചലിച്ച് ഈ വിഷയത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് പാർട്ടി PB-യും സംസ്ഥാന കമ്മിറ്റിയും സഖാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് പലതും VS-ന് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, അപ്പോൾ അതിൽ വന്നിരിക്കുന്ന ഒരു ആക്ഷേപം, ഈ കൊല ചെയ്യപ്പെട്ട TP ചന്ദ്രശേഖരൻ പാർട്ടിയിലെ വിഭാഗീയതയുടെ ഭാഗമായിട്ട് VS-ൻ്റെ പക്ഷത്ത് നിന്ന ആളാണ്. അത് VS-നുള്ളൊരു താക്കീതായിരുന്നു എന്നുള്ള തരത്തിലാണ് പിന്നീട് പാർട്ടിക്കുള്ളിലും പുറത്തൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടത്. സത്യമെന്തോ
ഒരുപക്ഷെ വി എസിനെ പോലെ ഒരാൾ ഇത്രയും തീവ്രമായി ഇമോഷണലായിട്ട് ചന്ദ്രശേഖരന് വേണ്ടി സ്റ്റാൻഡ് എടുക്കുമ്പോൾ അതിലങ്ങനെ ഒരു ഇത് ഉണ്ടോ? കാരണം കെ കെ രമയെ പോലെ ഒരാൾ പറഞ്ഞത് വി എസ് നേരത്തെ ഇങ്ങനെ ഒരു നിലപാടെടുത്തിരുന്നെങ്കിൽ, മരിച്ചു കഴിഞ്ഞപ്പോൾ വി എസ് അവിടെ ചെന്നപ്പോൾ